മാസപ്പടി വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളെല്ലാവരും, ഒരുപക്ഷെ ഞാൻ വേട്ടയാടുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും ചേസ് ചെയ്യുന്നത് വീണ വിജയൻ്റെ ആക്ടിവിറ്റീസിനെയാണ്. വീണ വിജയൻ എക്സാലോജി കമ്പനിയുടെ പേരിലും വീണയുടെ അക്കൗണ്ടിലും വാങ്ങിയ 1,72,00,000 രൂപയാണ് ഈ CMRLന് നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് നടന്ന അഴിമതി എന്നുള്ള തെറ്റായ ധാരണ ആർക്കും വേണ്ട. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് അവർക്കൊരു 2 കോടി രൂപ കിട്ടണമെങ്കിൽ ഈ സംസ്ഥാനത്തെ മലയാളിമാരായിട്ടുള്ള 10-20 പേരോട് ചോദിച്ചാൽ മതി. ഷീ ഗെറ്റ് ദാറ്റ് മണി. പക്ഷേ യഥാർത്ഥ അഴിമതി എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 135 കോടിയുടെ സിംഹഭാഗവും ഞങ്ങൾ നൽകിയത് PV എന്ന പിണറായി വിജയനാണെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഐ വുഡ് റിക്വസ്റ്റ് യു ഷുഡ് ടേൺ ദ ഫോക്കസ് ടു ദ റിയൽ കൾപ്രിറ്റ്. ഇതിൻ്റെ അകത്ത് യഥാർത്ഥ കൾപ്രിറ്റ്, യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. സിംഹഭാഗം പണം വാങ്ങിയതും 100 കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ ആസ് പെർ ദ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്സ്. ആ ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യു ഷുഡ് കം ആൻഡ് വോൺ അപ്പ്. എന്തിനാണ് മകളെ ഇങ്ങനെ ഇതുപോലൊരു സംശയത്തിന് വേട്ടയ്ക്ക് വിടുന്നത്? യു ആർ ഡൺ ദ തിങ്. മുഖ്യമന്ത്രി, നിങ്ങളാണ് ഈ അഴിമതി നടത്തിയത്, നിങ്ങളാണ് പണം വാങ്ങിയത്, നിങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താവ്. നിങ്ങൾ ആർക്ക് നൽകി, എവിടെ നൽകി, ആർക്ക് കൊടുത്തു എന്നറിയില്ല. എല്ലാം ചെയ്ത് നിങ്ങളാണ്. CMRLന് വേണ്ടി ഔട്ട് ഓഫ് ദ വേ എല്ലാ ആക്ടിവിറ്റിയും. അതർവൈസ് യു ഷുഡ് കം ആൻഡ് സേ എൻ്റെ മകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വി ക്യാൻ ചേസ് വീണ. പക്ഷേ അല്ലാത്ത പക്ഷം പിണറായി വിജയൻ ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം. ഇതിൻ്റെ സിംഹഭാഗം പണം കൈപ്പറ്റിയത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്ങിനെ ശരിവെക്കുന്ന രേഖകളും വസ്തുതകളുമാണ് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. അതായത് ഞാനിത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായ മന്ത്രിയുടെ പ്രതികരണം ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, മാത്യു കുഴൽനാടൻ ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്തി തോട്ടപ്പള്ളിയിലെ മണൽ നീക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടനോട് അതേക്കുറിച്ച് ചോദിക്കാതിരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞാൻ പറയും, ഞാൻ ഓൺ ബിഹാഫ് ഓഫ് P. രാജീവ് മിനിസ്റ്റർ, P. രാജീവ് നിങ്ങളോട് എന്താണോ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുക. ഐ വിൽ റിപ്ലൈ ടു യുവർ ക്വസ്റ്റ്യൻസ്. ഐ ആം നോട്ട് റണ്ണിങ് അവേ ഫ്രം ദ ഫീൽഡ്. ഞാനിത് പറയാൻ കാരണം MP. രാജേഷ് ഇത് സംബന്ധിച്ചൊരു പരാമർശം നടത്തി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മാത്യു കുഴൽനാടൻ്റെ ശൈലി എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഹിറ്റ് ചെയ്തിട്ട് ഓടിപ്പോയിട്ടില്ല. ഐ ആം വെരി മച്ച് ഹിയർ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഇഫ് യു ഹാവ് എനി കൗണ്ടർ ആർഗ്യുമെൻറ്റ്, കം ആൻഡ് ആർഗ്യൂ, ലെറ്റ്സ് ആർഗ്യൂ. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഞാൻ പറയാനുള്ള ഇതുവരെ CPM-ഓ രാജീവോ രാജേഷോ ഒന്നും ഞാൻ ഈ പറഞ്ഞ 3 പാർട്ടിൽ 3 ആക്ടിവിറ്റിക്കും എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ട ആളായിരുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഭാഗഭാക്കാകേണ്ടിയിരുന്നില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നിയമസഭ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്താനും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഭരണപക്ഷത്തിന് പറയാനും അവസാന അന്തിമമായ വിധി കോടതി എന്ന് പറയുന്നത് ജനകീയ കോടതിയാണ്. ജനകീയ കോടതി തീരുമാനിക്കും. ഇത് കണ്ടിട്ട് രണ്ടുപേരുടെ ആർഗ്യുമെൻറ്റ്സ് കണ്ടിട്ട് ജനം വിലയിരുത്തും. അതിനു വേണ്ടിയിട്ടാണ് നിയമസഭ. ഞാൻ അതിനാണ് പരിശ്രമിച്ചത്. നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് എന്നെ തടസ്സപ്പെടുത്തുകയും സ്പീക്കറിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടി വന്നത്. ഇന്ന് രാജീവ് എന്തിനാണ് മാധ്യമങ്ങൾ വഴി എന്നോട് ചോദ്യം ചോദിക്കുന്നത്? If I would have raised this in assembly, he had all the right to counter argue. He would have raised the question over there. Why he shied away from assembly debate? മന്ത്രി എന്തിനാണ് നിയമസഭയിൽ മറുപടി പറയാൻ ചോദ്യം ഉന്നയിക്കാതെ മാധ്യമങ്ങളോട് ചോദിക്കാൻ പറയുന്നത്? അത് ജനാധിപത്യത്തെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ്. മുഖ്യമന്ത്രിക്കോ രാജീവിനോ രാജേഷിനോ ആർക്കും ചോദിക്കാമായിരുന്നല്ലോ. And now I am again opening it up. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ CPM-നോ മന്ത്രിസഭയ്ക്കോ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ വഴി ചോദിക്കേണ്ട കാര്യമില്ല. ഐ ഇൻവൈറ്റ് രാജീവ് ഇഫ് ഈസ് വില്ലിങ്. രാജീവും രാജേഷും ഒന്നിച്ചു വരണമെങ്കിൽ വന്നോട്ടെ. അവർ രണ്ടുപേരാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നത്. അവർ രണ്ടുപേരോടും ഈ കാര്യത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുക. ഈ 3 കാര്യങ്ങൾ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഹൗ യുവർ CM ഇൻഡയറക്ട്ലി ഇല്ലീഗലി ഫേവേർഡ് CMRL, എങ്ങനെയാണ് ആ കമ്പനിയെ സഹായിച്ചത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഫാക്ട്സ് വെച്ചിട്ട് ഒരു ആർഗ്യുമെൻറ്റിന്, ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റിന്, അതല്ലെങ്കിൽ ഒരു സംവാദത്തിന്
പി രാജീവും എം പി രാജേഷും ഒന്നിച്ച് വന്നാലും, കാരണം അവർ രണ്ടുപേരാണ് പറഞ്ഞത്. രാജേഷ് സെഡ് എൻ്റെ പോളിസി, എൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ്. ഐ ആം സ്റ്റിൽ ഹിയർ ബട്ട് യു ആർ നോട്ട് ഹിയർ. കഴിഞ്ഞ 2 പത്രസമ്മേളനം നടന്നു, രാജേഷിൻ്റെ ഒരു മറുപടി ഉണ്ടായില്ല. നൺ ഓഫ് യു റെസ്പോണ്ടഡ്. രാജീവ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ച ചോദ്യം മാധ്യമങ്ങൾ കുഴൽനാടനോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നാണ്. ഐ എം ഓപ്പൺ, യു ക്യാൻ ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ്. രാജീവ് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുക, ഞാൻ മറുപടി. അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ വരട്ടെ, പ്രസ് ക്ലബ്ബോ അല്ലെങ്കിൽ പത്രസമ്മേളനോ. വി ക്യാൻ ഹാവ് എൻ ഓപ്പൺ ഡിസ്കഷൻ. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്?